നമസ്കാരം. ആദ്യമായി മലയാള സിനിമയിലെ ബൈജുവിന്റെ ശബ്ദം ശ്രദ്ധിക്കാം. ഒരുപാട് ബുദ്ധിമുട്ടുകൾ താണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയത്. അമേരിക്ക, ലണ്ടൻ, പാരീസ്, ജർമ്മനി, തമ്പാനു, സാത്സു, കനകക്കുട്ട, അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ മാത്തുപെട്ട് ചെണ്ടൽ വന്ന് നിൽക്കാൻ എന്റെ പേര് വരുന്നുണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ. ഒന്ന് കാണാം. അടുത്തതായി ഇന്ദ്രജിത്തിന്റെ ശബ്ദം നമുക്ക് നോക്കാം. നീചനാഥൻ എന്ന സിനിമയിലെ ഇന്ദ്രജിത്ത്. എന്താടാ നിന്റെ പേര്? നിന്റെ ആ മീശിരിക്കും ഞാനൊന്ന് കാണട്ടെ. നാളെ നമ്മൾ കാണുമ്പോഴേ ഈ മീശിര ഉണ്ടായിരുന്നു വടിച്ചേക്കും വന്നേക്കണം. മീശ മനസ്സിലാടാ മീശ മാധവ. അടുത്തതായി ജനാർദ്ദന്റെ ശബ്ദം ശ്രദ്ധിക്കാം. നിനക്കൻ അച്ഛനെങ്ങനാ മരിച്ചതെന്നറിയാമോ? എങ്ങനെയാ? തലയത് രക്തം പോയാ എന്റെ അച്ഛൻ മരിച്ചത്. കഴിഞ്ഞ ദിവസം? ആ തലയെന്നല്ല, ഈ തലയത് രക്തം പോയാ അച്ഛൻ മരിച്ചത്. അല്ല, ഈ തലേന്ന് രക്തം പോയാൽ എങ്ങനെയാ അച്ഛൻ? എന്റെ തലയെന്നല്ല, അച്ഛന്റെ തലേന്ന് രക്തം പോയാ അച്ഛൻ മരിച്ചത്. അതെ, അച്ഛന് എന്തായിരുന്നു അസുഖം? അസുഖമൊന്നും ഇല്ലായിരുന്നു. അമ്മ ചെലവ് കൊണ്ട് തലക്കടിച്ചു, അങ്ങനെ രക്തം പോയ അച്ഛൻ മരിച്ചത്. അടുത്തായി കൊച്ചിൻ അനീഫ. ആസറ കീരിക്കാട്ടക്കര ചത്രത്തെ മൂത്രത്തെ കിട്ടിയാൽ അച്ഛനെ മൂത്രത്തെ കിട്ടി പാട്ടിട്ട്. അടുത്തതായി ബിജുക്കുട്ടന്റെ ശബ്ദം ശ്രദ്ധിക്കാം. ബിജുക്കുട്ടൻ. അടുത്തതായി ലാലു അലക്സ്. ഹലോ, വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ് മിസ്റ്റർ ബൽറാം? താൻ എന്ത് തോന്നാച്ചാടേ പറഞ്ഞേ? നിങ്ങൾ രണ്ടാലും പിണങ്ങിയ പിന്നെ ആ പപ്പയും പണങ്ങും ഈ പപ്പയും പണങ്ങും, അങ്ങനെ പിന്നെ ആ മമ്മിയും പണങ്ങും ഈ മമ്മിയും പണങ്ങും. ഞാൻ പിറ്റാടാ, പിന്നെന്താടാ എനിക്ക് കരച്ചിൽ വരുന്നേ? അടുത്തതായി ഇന്ദ്രൻസിന്റെ ശബ്ദം ശ്രദ്ധിക്കാം. ഇന്ദ്രൻ. മുതലാളി എന്താണ് പരിപാടിയാണ് കാണിച്ചത്? തോമാറ്റൻ്റെ മുണ്ട് പറിക്കുന്ന അടി എന്ന് കാണേണ്ടത് തന്നെ ആയിരുന്നു. അവന്മാർ എനിക്ക് ലഡുവും ജിലേബിയൊക്കെ തന്നപ്പോഴേ ഞാൻ ഓർത്തതാണ് എന്റെ കണ്ണോ കരളോ സാധിക്കുമെന്ന്. നിങ്ങൾ ആ പാത്തവയുടെ മുഖം കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിലേ കണ്ടോളൂ. അടുത്തതായി പഴയകാല സിനിമയിലെ നടൻ സുകുമാരന്റെ ശബ്ദം നമുക്ക് നോക്കാം. അയ്യോ പാവം അമ്പടി കല്ലേ, അല്ല ഇതാര് തോമാച്ചായനോ? വന്നാട്ട് ഇരുന്നാട്ട് അവിടെ കുടിക്കാൻ ചായയോ കാപ്പിയോ? എന്റെ അമ്മേ. അടുത്തതായി ഒരു മിമിക്സ് മോർഫിംഗ് ആണ്. അശോകന്റെ ശബ്ദത്തിൽ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് ഒളിഞ്ഞു കിടപ്പുണ്ട്. അതാരാണെന്ന് നോക്കാം. ആദ്യമായി അശോകൻ. ഇവരാണ് പറ്റോടത്ത് കുടിയിൽ അല്ല രാധ ഓർക്കുന്നുണ്ടാവും. നമ്മളിവിടെ വേർച്ചുണ്ടായിരുന്നു. രാധ ജയിച്ച ഗുരുവായൂരപ്പുറത്തൊരു ഷാഡപ്രസ് ഒരു ഇഷ്ടാത്തുള്ളി എഡ്വാസെ പഠിച്ചു ഒരു സുന്ദരപ്പെടും പറ്റില്ലേ? ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് അതായത് ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനു ശേഷം മുല്ലപ്പെരിയാറിനെ പോയിട്ട് കണക്കിലേറുന്ന ചുരമ്പലം മുത്തരിക്കുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എല്ലായിടത്തും ഞാൻ പറയുന്നത് ഗവൺമെന്റ് മാറണമെന്നാണ്. പക്ഷെ ഇപ്പോഴത്തെ പകരം നിർത്തിയില്ല. അതുകൊണ്ട് എന്താ ഇത് ഈ കൊമേഴ്സ് അസോസിയേഷന്റെ പരിപാടിക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. എല്ലാവർക്കും നിലവിറട്ടെ. അടുത്തതായി നടൻ പപ്പു ഒരു തീവണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും ഓടിച്ചു പോവുക നമുക്ക് നോക്കാം. അടുത്തതായി ജയറാം. അദ്ദേഹത്തിന്റെ പഴയകാല സിനിമയിലെ ശബ്ദം ശ്രദ്ധിക്കാം.
എന്റെ മിമിക്രി കോപ്രായൊക്കെ കണ്ട് പലരും ചിരിക്കാറുണ്ട്. പക്ഷേ എന്റെ കോപ്രായങ്ങൾ കാണാതെ എന്റെ മനസ്സ് മാത്രം ഇഷ്ടപ്പെട്ടെന്ന് ചെയ്തു. അവന് പോയി വഴിക്ക് എനിക്ക് പോകണം. തനിക്കെന്നെ കൊല്ലാൻ പറ്റുമോ? അയ്യേ, അതിന് നിങ്ങൾ കാലന, നിങ്ങളൊരു ചതിയന. മുഖ്യമന്ത്രിയുടെ സ്വരനെ കൊണ്ട് അനുകരിപ്പിച്ചിട്ടേ നിങ്ങളെന്നെ ചതിക്കുമായിരുന്നു. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. വെറുതെ ഒരു ഭാര്യ എന്ന സിനിമയിൽ അദ്ദേഹത്തിന്റെ ശബ്ദം വളരെയധികം മാറ്റമുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കാം. ബിന്ദു, എന്റെ ബിന്ദു, എന്താണ് ഈ പറയണത്? ഹോട്ടലിൽ ആഹാരം കഴിക്കേ ഒരു ഓവർസീയുടെ സ്കെയിൽ എന്താണെന്ന് വിചാരം? PF-ഉം ലോണും പുറത്തൊക്കെ കഴിഞ്ഞ് മാസാവസാനം കൈ കിടന്നവിടെ നക്കാപ്പിച്ച പൈസ അത് ഹോട്ടലിൽ കൊണ്ടു കൊടുത്താൽ പിന്നെ മാനം നോക്കി വെറുതെ മലർന്ന് കിടക്കേണ്ടി വരും. ഒന്ന് പോയേ. അടുത്തതായി കുതിരയുടെ കുളമ്പടി ശബ്ദത്തിൽ മലയാള സിനിമയിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പഴയകാല സിനിമയിലാണെങ്കിൽ നമുക്ക് നോക്കാം. എന്നാൽ ഇപ്പോൾ അത് തികച്ചും വ്യത്യസ്തമായിട്ടാണ്. മലയാള സിനിമയിലെ ഒരു ഹാസ്യതാരം സലീം കുമാറിന്റെ ശബ്ദം ശ്രദ്ധിക്കാം. സലീം കുമാർ. എന്ത്? ഇത് കണ്ണു മുതലാളി, ഇത് ദാസ മുതലാളി, ഇത് സംഖ്യ, ഇത് മീനാക്ഷി, ഇത് ജോസഫൻ. അല്ല, അവരുടെ ജോസഫൻ ഇവിടെ വരാൻ വരുന്നത്. ജോസഫ ഇത് കണ്ണു മുതലാളി. അടുത്തതായി മുകേഷിന്റെ ശബ്ദം നമുക്ക് നോക്കാം. മുകേഷ്. അടിയ നില്ല് അതൊക്കെ പോട്ടെ. എടേ ലെവലല്ലേ കാഞ്ഞപ്പടല്ലേ, അവൾക്ക് എന്നോട് പ്രേമടേ. ഒന്ന് പോടേ. അടുത്തതായി മലയാള സിനിമയിൽ ഉയരക്കുറവ് കൊണ്ട് വളരെയധികം ഉയരങ്ങൾ കീഴടക്കിയ ഒരു താരമുണ്ട്. മറ്റാരുമല്ല, ഉണ്ടപ്പക്രു എന്നറിയപ്പെടുന്ന അജയൻ. അദ്ദേഹത്തിന്റെ ശബ്ദം ശ്രദ്ധിക്കാം. അദ്ദേഹത്തിന്റെ ജോക്കറിൽ എന്ന സിനിമയിലെയാണ് ശബ്ദം. എടാ ബാബു, കള്ളനായിട്ട് പോലെ എന്നതിന്റെ ഓളം നിറക്കടാ പട്ടി. ഞാനത് ഈ നാട്ടിൽ ജനിച്ചു വളർന്നവനില്ലടാ ബാബു. താഴെ ഇറങ്ങിയിട്ട് പോടാ. എടാ ബാബു. അടുത്തതായി നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട മാമുക്കോയാണ്. കാലിഫോർണിയക്ക് ചരക്കുണ്ടാണോ പുലിയാണത്? എവിടേക്ക്? കാലിഫോർണിയക്ക്. നിങ്ങൾക്കും വേണ്ടി നമ്മളത് ദുബായ് കടത്തുമായി തിരിച്ചു പോകാം. പക്ഷേ ഒരു ചെറിയ കണ്ടീഷൻ ഉണ്ട്, നീന്തണം. അത്യാവശ്യം പിടിച്ചെടുക്കാൻ മാത്രം അറിഞ്ഞ് നമ്മൾ പഠിപ്പിച്ചുതരാം. അസ്സലാമു വാലേക്കും. വാലേക്കും അസ്സലാം. തെറ്റാണ്. അടുത്തതായി ഭീമൻ രഘുവിന്റെ ശബ്ദം ശ്രദ്ധിക്കാം. ഭീമൻ രഘു. വരണം മിസ്റ്ററിൻ്റെയുടൻ ഈ പല പൂങ്കോര പണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതലാ അങ്ങനെ കണ്ണൂര് കോട്ട മൈതാനം വരെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയതാ. കുറെ കാലമായിടാ കയ്യും കാലും ഒക്കെ നനക്കിയിട്ട് കൊണ്ടുപോടാ അവള്. അടുത്തായി യൂത്ത് ഓഫ് ഐക്കൺ എന്നറിയപ്പെടുന്ന പൃഥ്വിരാജ്. ഈ കാണാൻ കൊള്ളുന്ന പെൺപിള്ളേരെ കണ്ട വളയ്ക്കാന്ന് പറഞ്ഞാൽ ഈ കാഞ്ഞിരപ്പള്ളി കുഞ്ഞുഞ്ഞിനെത്തില്ല. കമല, ഞാനങ്ങോട്ട് കയറി വരട്ടെ. ഗുഡ് ബൈ. അടുത്തതായി പൃഥ്വിരാജിന്റെ തന്നെ ഈയിടെ സൂപ്പർ ഹിറ്റായ താന്തോന്നി എന്ന സിനിമയിൽ അദ്ദേഹം തികച്ചും വ്യത്യസ്തമായ ഒരു ശബ്ദമാണ്. കുറച്ചും കൂടി ബോൾഡ് ആയിട്ടുള്ള ശബ്ദമാണ്. നമുക്ക് നോക്കാം. വടക്കം വീട്ടിൽ കൊച്ചുകഞ്ഞൻ. ഈ അപ്പക്കാട്ടില് അടുക്കളപ്പുറത്തുണ്ടാക്കിയ കഞ്ഞിവെള്ളം താളിച്ച മുരിങ്ങാക്കോലൊക്കെ തിന്ന് ചീങ്കണ്ണി പർവ്വത്തിലാ നീയൊക്കെ. ഈ വടക്കം വീട്ടിൽ കൊച്ചുകുഞ്ഞിന്റെ കൈയും കാലം വെട്ടി രോമം വെടിക്കണടാ. എന്നാ പിന്നെ വെട്ടി വെടിക്കണ കഴിവുകള് മോനെ. അടുത്തതായി MS തൃപ്പൂണിത്തുറയുടെ ശബ്ദം ശ്രദ്ധിക്കാം. അവരുടെ താണപ്പുണ്ടോളാണ്. പിന്നെ ഈ കഴുത കുതിരായിന്റെ വേണ്ട സകലതുണ്ട്. പിന്നെ ഉള്ള വീട്ടിൽ എന്താന്ന് വെച്ചാ ഈ കഴുതയ്ക്കും കുതിരയ്ക്കും മനുഷ്യരൊക്കെ ഒരു വീട്ടിൽ ആഹാരം. ഈ പറഞ്ഞ പരിപാടിക്കും അടുത്തതായി പ്രത്യേക ഒരൈറ്റമാണ്
3 സംഗീത ഉപകരണങ്ങൾ ഒരു ചായക്കടയിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിന്റെ തനിയാവർത്തനം നമുക്ക് നോക്കാം. ശ്രദ്ധിക്കാം. താങ്ക് യു.